ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു 4-4:30 ആകുമ്പോൾ ഇവക്കുട്ടി വരൂട്ട ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് മുമ്പ് അവിടെ പോയി നിൽക്കണം, കുരിശുപള്ളിയുടെ അവിടെ പോയി നിൽക്കണം. അതിന് മുമ്പ് കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പൊന്നുസ് നല്ല ഉറക്കത്തിലായിരുന്നു. പൊന്നുസിനെ ഇന്ന് രാവിലെ അംഗനവാടി വിട്ടില്ല കേട്ടാ, രാവിലെ നല്ല മഴയായിരുന്നു. ഇത് രാത്രി കറി വെക്കാനായിട്ട് ഞാൻ വൻപയർ ഒന്ന് വേവിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വരുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ വൻപയർ വെച്ചേക്കാണ്. ഇത് വിസിൽ വന്നിട്ട് വേണം നമുക്ക് ഇവക്കുട്ടിനെ വിളിക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ട്. പൊന്നൂസിനെ വിളിച്ച് ഉണർത്തണം. ഒരു 3 മണിയായപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു ഇവിടെ. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊന്നൂസിനെ എഴുന്നേൽപ്പിച്ചു, ഒന്ന് ഫ്രഷ് ആക്കി. അതിനുശേഷം എന്താ പൊന്നൂസിന് വേണ്ട കുട പൊന്നൂസ് തന്നെ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അവൾ കുട പിടിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ കുട പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയുടെ കുടയൊക്കെ എടുത്തതാണ്. അങ്ങനെ എനിക്കും ഇവക്കുട്ടിക്കും പൊന്നൂസിനും ഓരോ കുട എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. 4:30 അല്ലെങ്കിൽ 4:45 ആവും വണ്ടി വരാനായിട്ട്, ഇവക്കുട്ടിയുടെ സ്കൂൾ വണ്ടി വരാനായിട്ട്. പക്ഷെ ഒരു 4 മണിക്കെങ്കിലും ഞങ്ങൾ പോയി നിൽക്കും അവിടെ. വേറെ ഒന്നും കൊണ്ടല്ല, ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ വൈകിയൊക്കെ വരും വണ്ടി. അപ്പോൾ ഇവക്കുട്ടി ടെൻഷൻ അടിക്കരുതല്ലോ. അപ്പോൾ ഇച്ചിരി നേരത്തെ പോയി നിൽക്കണമല്ലേ, എന്തുകൊണ്ടും നല്ലതെന്ന് ഓർത്തിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി. അങ്ങനെ ഇങ്ങനെ നടന്ന് പോണ വഴി ഒരു പൂമ്പാറ്റേനെ കണ്ടിട്ട്, പൂമ്പാറ്റ അതിവിടെ സ്ഥിരം വന്ന പൂമ്പാറ്റയാണ്. ഈ കളർ നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ പോവും. നല്ലൊരു പൂമ്പാറ്റയാണ്, സ്ഥിരം വരുന്ന ഒരു പൂമ്പാറ്റയാണ്. എപ്പോൾ വൈകുന്നേരം ഇറങ്ങിയാലും കാണാൻ പറ്റുന്നതിന്. ഇതെപ്പോഴും ഇവിടെ വരുന്നതാണ്. ഇവക്കുട്ടിനെ രാവിലെ സ്കൂളിൽ വിടുന്ന ടൈമിൽ നല്ല ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കൂടിയൊക്കെ നല്ലോണം വെള്ളച്ചാട്ടം പോലെ വെള്ളമൊക്കെ വന്നതായിരുന്നു. ഇപ്പോൾ ഒട്ടും വെള്ളമില്ല. രാവിലെ കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടതാണ്. അങ്ങനെ ഞങ്ങൾ കയറ്റമൊക്കെ കയറി കുരിശുപള്ളി എത്തി. എന്താ നല്ല അടിപൊളി മഴയൊക്കെ പെയ്ത് റോഡൊക്കെ നല്ലോണം നനഞ്ഞ് കുളിച്ചൊക്കെ കിടക്കണതാണ്. അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കണുണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് നീങ്ങി കാറൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ചീറ്റിച്ചിട്ടൊക്കെ ഇങ്ങനെ പോവും, നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഇതാ റോഡ് മൊത്തം വെള്ളമാണ്, മഴവെള്ളം. പിന്നെ ഞാനും പൊന്നൂസും കൂടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ റീൽസ് എടുത്തുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ വീഡിയോസും റീൽസൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ മില്ലിലേക്ക് നോക്കിയപ്പോഴത്തേക്കും കുറേ തേങ്ങ കൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി പ്രാവായിരുന്നു കേട്ടോ. അങ്ങാടി ഇങ്ങാടും കുറച്ച് നേരമായി നടക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വീഡിയോ എടുത്തേക്കാം. കുറച്ച് അധികം നേരമായി അങ്ങാടി ഇങ്ങാടും പുള്ളിക്കാരി നടക്കണം കേട്ടോ. അപ്പോൾ നല്ല കേട്ടാ നാഗവല്ലീനെ പോലെ അങ്ങാട്ടും ഇങ്ങാട്ടൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഒരു പേടിയില്ല, നമ്മുടെ അടുത്തൊക്കെ വരൂ കേട്ടോ. കണ്ടോ ഇങ്ങനെ നടന്ന് അങ്ങാട്ടും ഇങ്ങാട്ടും കറക്റ്റ് നാഗവല്ലീനെ പോലെ ഇങ്ങോട്ട് നടക്കും അങ്ങോട്ട് നടക്കും. ഒരു ആവശ്യമില്ല, വെറുതെ ബോറടിച്ചിട്ട് നടക്കുമെന്ന് തോന്നുന്ന പുള്ളിക്കാരി. അങ്ങനെ ആ പ്രാവിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ അടുത്തൊക്കെ വരും കേട്ടോ. നല്ല കളറായിരുന്നു. നിങ്ങൾക്ക് അകലെയുള്ളപ്പോൾ ബ്ലാക്ക് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അടുത്ത് വരുമ്പോൾ നല്ല പീക്കോക്കിൻ്റെ കളറാണ് കേട്ടോ. ഒരു തിളക്കമൊക്കെയുള്ള നല്ല അടിപൊളി കളറാണ്. ഇത് ഇച്ചിരി വില കൂടിയ പ്രാവാന്ന് തോന്നണു. ഏതോ വീട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ച് പോകുന്നതാണെന്നാണ് തോന്നണത്. മറ്റേ സാധാ പ്രാവല്ല. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങാട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. റെസ്റ്റിലാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ഒരു പൂച്ച, കണ്ടംപൂച്ചയെന്ന് തോന്നണം കേട്ടോ. അത് ഇങ്ങനെ പമ്മി നടക്കണുണ്ടായിരുന്നു. ആ പ്രാവിനെ പിടിക്കാനാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഭാഗ്യത്തിന് ആ പ്രാവ് പറന്ന് പോയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന വീടില്ലേ, അതിൻ്റെ പൊക്കത്താണ് കേട്ടോ അത് പോയി ഇരിക്കണത്. പൂച്ച അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയാണ്ട് സ്റ്റക്കായിട്ട് ഇരിക്കണമായിരുന്നു. പുള്ളിക്കാരൻ നോക്കിയ സംഭവം കാണാനില്ല, അതായിരിക്കും സംഭവം. പ്രാവിന് തപ്പി വന്നതാണെന്ന് എനിക്ക് തോന്നണത്. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എവിടെയോ പറന്നു പോയിട്ട് വീണ്ടും വന്നേക്കണം ആ പ്രാവ് തന്നെ. ഇത് കണ്ടോ, കണ്ണിലൊക്കെ വൈറ്റായിട്ട് നല്ല അടിപൊളി പ്രാവ്. കണ്ടാ ആ തിളങ്ങണ സെറ്റപ്പ് പ്രാവായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഒരു പേടിയില്ലാത്ത പോലത്തെ പ്രാവ് ഇവിടെയൊക്കെ വരുന്നുണ്ടായിരുന്നു. മില്ലിൻ്റെ അങ്ങോട്ടൊക്കെ ലാസ്റ്റ് വന്നു. എന്നിട്ട് മില്ലിലോട്ടൊക്കെ കയറാനൊക്കെ ആയിട്ട് പോയി. കാരണം അവിടെ നിന്ന് വല്ല ഗോതമ്പോ നെല്ലൊക്കെ കിട്ടുമല്ലോ, ഓർത്തിട്ടായിരിക്കും അത് പോണത്. കണ്ടാ നല്ല രസമല്ലേ കാണാനായിട്ട്. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു ചോക്ലേറ്റും വെള്ളയും കൂടിയ പ്രാവും വരുമായിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ. കഴിഞ്ഞ ദിവസം കണ്ടതാ, ഇന്നിപ്പോൾ കണ്ടില്ല. പേടിച്ച് വരച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ പ്രാവിനെയൊക്കെ കണ്ട് വീഡിയോ എടുത്ത് സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഇവക്കുട്ടിയുടെ സ്കൂൾ വണ്ടി വന്നായിരുന്നു. അങ്ങനെ ഇവക്കുട്ടിയുടെ സ്കൂൾ വണ്ടിക്ക് ടാറ്റയൊക്കെ കൊടുത്തു. ബാക്കിലിരിക്കുന്ന കുറേ പിള്ളേർ കണ്ട എല്ലാവരും നിരത്തി പിടിച്ച് ടാറ്റ തരും കേട്ടോ. നല്ല പിള്ളേരാണ്.
ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവക്കുട്ടി മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പോണത്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അല്ലാണ്ട് നമുക്ക് തന്നെ തോന്നി. പിന്നെ കൂട്ടുകാരിയൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ഥിരം മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരി പോണത്. അങ്ങനെ ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. പൊന്നൂസ് ഈ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. പൊന്നൂസ് എഴുതി പഠിച്ച കാര്യങ്ങളൊക്കെ ചേച്ചിനെ കാട്ടി കൊടുത്തിട്ട് ചേച്ചി സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് സന്തോഷമായതാണ് കേട്ടോ ഈ ഹാപ്പിനെസ്. അപ്പോൾ വന്നപ്പോൾ തന്നെ യുവക്കുട്ടിക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അവളൊക്കെ ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. യുവക്കുട്ടി ഒന്ന് ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. കുളിക്കാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നിരിപ്പുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ അട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് റവ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ഗോതമ്പ് പൊടി, പിന്നെ പഴം, കുറച്ച് ഉപ്പ്, ലേശം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചതാണ് കൈകൊണ്ട്. അത് കുറച്ച് നേരമായിട്ട് അങ്ങനെ കുഴച്ച് വെച്ചിട്ട് പൊന്നൂസ് ഉറങ്ങുന്ന ടൈമിലൊന്ന് കുഴച്ച് വെച്ചതാണ് അതൊക്കെ. എന്നിട്ടാണ് യുവക്കുട്ടീനെ വിളിക്കാനായിട്ട് പോയത്. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് കണ്ടോ, യുവക്കുട്ടി വിശന്ന് അടുക്കളയിലോട്ട് വന്നേക്കാണ്. വിശക്കണ്, പെട്ടെന്ന് ആവട്ടെ എന്നും പറഞ്ഞിട്ട് ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പിള്ളേർക്കൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ ചൂടോടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിലെ ഫുഡാണെങ്കിലും കഴിച്ചോളും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചു. അതിലേക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഇടായിരുന്നു. നെയ്യില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കണത്. അതിനുശേഷം കുറച്ച് മാവ് കയ്യിൽ ഉണ്ട പോലെ എടുത്തിട്ട് ഇതുപോലെ ആ എണ്ണയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ നനച്ചു കൊടുക്കും. വെള്ളത്തിൽ ഇങ്ങനെ മുക്കി കൈ നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ അട ഉണ്ടാക്കില്ല, അട ഉണ്ടാക്കുന്നവർക്കറിയാം. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കും കൈ കൊണ്ട് തന്നെ വെള്ളം നനച്ചിട്ട്. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി മറിച്ചിടാം. അപ്പോൾ നല്ല അടിപൊളി കളറായിരിക്കും കേട്ടോ. ടൻടടാൻ, കണ്ടോ? അപ്പോൾ ക്യാരറ്റിൻ്റെയും പിന്നെ പഴം ഇട്ട ഓൾറെഡി ഇങ്ങനെ കളറൊക്കെ വരുമല്ലോ, മുരിഞ്ഞ കളറൊക്കെ വരും. പിന്നെ ചെറുതായിട്ടൊരു ഓറഞ്ച് പോലത്തെ കളറാണ് കേട്ടോ ക്യാരറ്റിൻ്റെ ആണത്. അപ്പോൾ നല്ല ഹെൽത്തിയാണ് പഴവും ക്യാരറ്റും റവയൊക്കെ അല്ലേ, ഗോതമ്പും. അപ്പോൾ നല്ല അടിപൊളിയാണ്. സാധാ അട പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. നെയ്യാണ് ഇട്ടേച്ചെങ്കിൽ സൂപ്പറായേനെ. അപ്പോൾ അതിന് ശേഷം 2 വശവും അങ്ങനെ മുരിഞ്ഞ് വെന്ത് വന്നപ്പോഴത്തേക്കും ആ ചട്ടകം കൊണ്ട് തന്നെ ഇങ്ങനെ പീസ് ആക്കുന്നുണ്ട് ഞാൻ. അല്ലാണ്ട് അതേപടി ഇങ്ങനെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ മടുത്തൊക്കെ പോവും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് പ്ലേറ്റിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ ചെറു ചൂടോടെയൊക്കെ അവർ കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കും. അപ്പോൾ ഇനി നമുക്ക് യുവക്കുട്ടിക്കും പൊന്നൂസിനും ചൂടോടെ തന്നെ 2 പേർക്കും കൊടുക്കാം. ഇതാ ഇപ്പോൾ ഞാൻ യുവക്കുട്ടിക്കും പൊന്നൂസിനും കൊടുക്കാനായിട്ട് പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാം, ചൂടോടെ തന്നെ കൊടുക്കാം. അങ്ങനെ പിള്ളേർക്ക് 2 പേർക്കും കൊടുത്തു. യുവക്കുട്ടി ചൂടോടെ കഴിക്കുന്നുണ്ട് കേട്ടോ. പൊന്നൂസിന് ചെറിയ ചൂടാണെങ്കിലും അവൾ ഊന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. എന്നാലും കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരി. അങ്ങനെ ചെറിയ ചൂടോടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെയും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് എണ്ണ അതിന് മുമ്പ് ഒഴിക്കുക ചട്ടിയിൽ. എന്നിട്ട് ഇങ്ങനെ മാവിട്ടിട്ട് കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ പരത്തി കൊടുക്കണം. അറിയായിരിക്കും, മിക്കവർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് കാട്ടിയെന്നേ ഉള്ളൂ. ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു വശം ആകുമ്പോഴത്തേക്കും മറിച്ചിടുക. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഹെൽത്തി സ്നാക്കാണ് വൈകുന്നേരത്തേക്കുള്ള. എപ്പോഴും ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ തന്നെ കൊടുക്കണ്ടല്ലോ, ഇടയ്ക്ക് വീട്ടിലുള്ളതും കഴിക്കട്ടെ. ഇത് കുക്കറിൽ വൻപയറാണ് കേട്ടോ, നമ്മൾ വേവിച്ച് വെച്ചില്ലായിരുന്നോ. അത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കാനിട്ടത്. പെട്ടെന്ന് വെന്ത് കിട്ടും, അതായത് വൻപയർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ നോക്കാം വൻപയർ വെന്തോ എന്നുള്ളതൊക്കെ. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടയുടെ ഒരു വശം വെന്തപ്പോഴത്തേക്കും നമ്മൾ മറിച്ചിടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ആ വശവും കൂടി ഒന്ന് നമുക്ക് വേവിച്ച് മൊരിച്ചിക്കൊന്ന് എടുക്കണം. ഹൈ ഫ്ലെയിമിലല്ല കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും യുവക്കുട്ടിയുടെ തീർന്നിട്ടുണ്ടായിരുന്നു, പൊന്നൂസിൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേഗം അടുക്കളയിൽ പോയിട്ട് നമ്മൾ ചുട്ട അട പീസാക്കിയിട്ട് യുവക്കുട്ടിക്കും പൊന്നൂസിനും കൂടി കൊണ്ടുപോയി കൊടുത്തു. അതിനിടയ്ക്ക് കരണ്ടും പോയായിരുന്നു. എന്നാലും നമ്മൾ നമ്മുടെ പണി നിർത്തിയില്ല, നമ്മളത് കണ്ടിന്യൂ തന്നെ ചെയ്തു. കാരണം പിള്ളേർ വിശന്നിരിക്കുകയാണല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ അട ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കരണ്ട് വീണ്ടും വന്നു. എന്നിട്ട് അട ആയപ്പോൾ പിള്ളേർക്ക് കൊടുത്തു. അതിനുശേഷം ഇത് ആദർശനാണ് ഉണ്ടാക്കണത്. ചായ കുടിക്കാൻ സമയമായല്ലോ, ഇവിടെ കവലയിൽ ഓട്ടോ ഓടുകയാണ്. അപ്പോൾ ചായ കുടിക്കാൻ വരുന്നില്ലേന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ദേ വന്നുകൊണ്ടിരിക്കുകയാണ്, എത്താറായി എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശന് കൊടുക്കാനുള്ള ചൂടോടെയുള്ള അട സിമ്മിൽ വെച്ചിട്ട് ഞാൻ വാതിക്കൽ പോയി നിൽക്കുകയാണ്. ആദർശിപ്പോൾ എത്താറായല്ലോ, അപ്പോൾ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി നിൽക്കുമ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ ഓട്ടോ.
ആദർശ് വന്നപ്പോഴത്തേക്കും മാഗിയും പിന്നെ കപ്പലണ്ടി മിഠായിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. വൈകുന്നേരത്തേക്കൊന്നും ചായക്കില്ലല്ലോ എന്ന് ഓർത്ത് പുള്ളി മേടിച്ചിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പുള്ളി മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന് മാഗി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല കാര്യം, നാളത്തേക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിള്ളേരെ കാട്ടിയില്ല കേട്ടോ, പിള്ളേരെ കാട്ടിയെങ്കിൽ കൈയോടെ ഉണ്ടാക്കാൻ പറയും അവർ. അപ്പോൾ പിന്നെ അട ഇറങ്ങിയില്ലല്ലോ, നാടൻ ഭക്ഷണം അവർക്ക് പിന്നെ ഇറങ്ങില്ലല്ലോ. അപ്പോൾ ഞാൻ കാട്ടാൻ നിന്നില്ല. അങ്ങനെ ആദർശിന് ചൂടോടെ തന്നെ ഒരു അട ആദ്യമേ കൊടുത്തു. അതിനുശേഷം വീണ്ടും അടക്ക് വെച്ചു, അട ചൂടാൻ വേണ്ടി വെച്ചു. അപ്പോൾ ആ അടയുമായി ആയുഷിന് ഇഷ്ടപ്പെട്ടായിരുന്നു. സാധാരണ അട അങ്ങനത്തെ സംഭവമൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. അതിനിടയ്ക്ക് പൊന്നൂസ് കഴിച്ച് കഴിഞ്ഞിട്ട് മതിയെന്നും പറഞ്ഞ് തന്നിട്ട് പോയി പാത്രം. അങ്ങനെ ആദർശിന് അട കൊടുത്തതിന് ശേഷം കട്ടൻ ചായയും കൂടി വെച്ച് കൊടുത്തു. ഇത് ലാസ്റ്റായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഉണ്ട ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് അങ്ങോട്ട് ഫുള്ള് കോരി അങ്ങോട്ട് ഞാനൊരു വലിയൊരു അട ഉണ്ടാക്കാൻ പോവാണ്. ലാസ്റ്റത്തെ മാവല്ലേ, ഇനി വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ആർക്കും വേണ്ടതാനും. അപ്പം എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞതാണ്. അതിന് ലാസ്റ്റ് എൻ്റെ വയറ് നിറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉള്ള മാവൊക്കെ ഞാൻ എന്ത് ചെയ്തു, വെറുതെ വേസ്റ്റ് ഉണ്ടല്ലോ എന്നോർത്ത് ഫുള്ള് വലിയ അട തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കിനി കുഞ്ഞു കുഞ്ഞു അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനായിട്ട് നേരമില്ല, അതുകൊണ്ട് എനിക്കല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ എല്ലാ മാവും കൂടി അങ്ങനെ ഇട്ടിട്ട് ബാക്കിയുള്ള മാവൊക്കെ കൂടി വലിയൊരു അട വെച്ചാൽ അത്യാവശ്യം വലിയൊരു അട ഉണ്ടാക്കി. എത്ര പേർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അട ചൂടോടെ അടയൊക്കെ കഴിക്കണത്, ആർക്കൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ചായ കൂടി നിർത്തിയല്ലോ, അതാണ് അടയുടെ ഒപ്പം ചായ ഒന്നും എടുക്കാത്തത്. ആവശ്യത്തിന് ചായ വെച്ചപ്പോൾ എനിക്ക് സങ്കടമായതാണ്. പക്ഷെ നമ്മൊരു ശീലം തുടങ്ങിയതാണല്ലോ, നല്ല ശീലം. അപ്പോൾ പിന്നെ അതിന് വേണ്ടാന്ന് വെച്ച് ഇനി കുടിക്കണ്ടാന്ന് വിചാരിച്ചു. രാവിലെയും ചായ കുടിച്ചിട്ടില്ല, വൈകുന്നേരം ചായ കുടിച്ചില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ അട ആയപ്പോഴത്തേക്കും അത് മറിച്ചിട്ടു. ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടുതൽ ഞാൻ ഇച്ചിരി മൊരിക്കൂട്ടാ. അപ്പോൾ മൊരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ മൊരിക്കും ഒന്നും കൂടി. അപ്പോൾ ഇത് എൻ്റെ അടയാണ്, അവസാനത്തെ അടയാണ്. അപ്പോൾ നമുക്ക് പാത്രത്തിലാക്കിയിട്ട് പോയി സമാധാനമായിട്ടിരുന്ന് കഴിക്കാം. അങ്ങനെ കഴിച്ച് തീരാറായപ്പോഴത്തേക്കുമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കിള്ളി കഴിക്കാൻ പറ്റണില്ല, ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കണതായിരിക്കും നല്ലത്. അത് ഹെൽത്തിയുമാണ്, പിന്നെ വയറ് നിറയുകയും ചെയ്യും. അങ്ങനെ അടയൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുണ്ടെന്ന കപ്പലണ്ടി മിഠായിയിൽ ഒരു പാക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി വലുതാണ് ഇത്. അങ്ങനെ അടയും ചായയും കപ്പലണ്ടി മിഠായിയൊക്കെ കഴിച്ച് ആവശ്യം ഓട്ടോടാൻ പോയി. പിന്നെ ഞാൻ ഇച്ചിരി നേരം ഇരുന്ന് പിള്ളേരുടെ ഒപ്പം വർത്താനൊക്കെ പറയും. പിന്നെ കപ്പലണ്ടിയൊക്കെ മിഠായി തിന്ന്. പിന്നെ ഇത് ഞാൻ ചെയ്ത് കൊടുത്ത മേക്കപ്പാണ് രാവിലെ സ്കൂളിൽ പോണേക്ക് മുമ്പ്. ഇന്ന് അമ്മ മേക്കപ്പ് ചെയ്ത് തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. വാലിട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. അത് അതേപോലെ ഉണ്ട്. കൂട്ടുകാരികളും ടീച്ചറൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു, ആരാണ് മേക്കപ്പ് ചെയ്ത് തന്നത്? അവൾ പറഞ്ഞു അമ്മയാണ്. അപ്പോൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞു അവൾ വന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇവക്കുട്ടിക്കും പൊന്നൂസിനും ഇച്ചിരി നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ വെച്ച് കൊടുത്തു കുറച്ച് നേരം. അപ്പോൾ പിന്നെ ഞാൻ കുടിക്കാനായിട്ട് വെള്ളം വെച്ചു. പിന്നെ നമ്മുടെ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ താളിക്കാൻ വേണ്ടി പോവാണ്. അതായത് പയർ കറി വെക്കാൻ വേണ്ടി പോവാണ്. സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഉള്ളത് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇടുന്നില്ല, കാരണം മുളക് പൊടി ഇടുന്നതുകൊണ്ട് ഓവറായിട്ട് എരിവൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. പിള്ളേർക്ക് കൂടി കൊടുക്കാനുള്ളതല്ലേ. നോക്കിയപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെങ്ങനെയാണ് വൻപയർ കറി ഉണ്ടാക്കുന്നതെന്നുള്ളത് കണ്ടോളൂ. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ചിട്ട്. ഇനി പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണേ അതൊഴിക്കുക. വെളിച്ചെണ്ണ ആയിരുന്നിട്ട് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ അങ്ങനെ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ സൺഫ്ലവറാണ് ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ഇങ്ങനെ കീറിയതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വറ്റൽമുളകൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇട്ട് കൊടുക്കുക. സവാള, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റുക. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടിട്ട് കൊടുക്കണം. കാരണം നമ്മൾ വൻപയർ വേവിച്ചപ്പോഴത്തേക്കും ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഉപ്പ് കൂടാൻ പാടില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടാൻ പാടില്ല. അതുകൊണ്ട് ഉപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കണത്. ലാസ്റ്റ് നമുക്ക് കറി അവസാനം ആകുമ്പോഴത്തേക്കും പോരായെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വീണ്ടും ഇളക്കുക. സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചവ ടേസ്റ്റ് മാറുമ്പോഴത്തേക്കും നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിയുടെ പച്ചച്ചവ മാറുന്നത് വരെ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടാം കുറക്കാം, അതൊക്കെ കൈക്കണക്കാണ്. നല്ലോണം വഴറ്റിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ആ വെള്ളത്തോട് കൂടി, അതായത് ആ ചാറോട് കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി വേണമെങ്കിൽ ചാറ് കുറച്ച് വറ്റിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കുമ്പോൾ എടുക്കാവുന്നതാണ്. ഞാൻ ഓവറായിട്ടൊന്നും വറ്റിക്കണില്ല, കാരണം ചാറോട് കൂടി എടുക്കാനാണ് ഇപ്പോൾ പ്ലാൻ.
അപ്പോൾ ഒന്ന് ജസ്റ്റ് തിളക്കട്ടെ, തിളക്കണവരെ വെയിറ്റ് ചെയ്യും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക, പാകത്തിനാണോ നോക്കുക. കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ കൂടിയാലാണ് കുഴപ്പം. അതുകൊണ്ടാണ് പറഞ്ഞത് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിടുന്നതുകൊണ്ട് ഇപ്പോൾ സവാളയൊക്കെ വഴറ്റുമ്പോൾ അത് ഉപ്പിടണമെന്നില്ല. ടേസ്റ്റ് നോക്കി ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഇച്ചിരി കൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി തിളക്കുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം പയറ് കറിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചൂടുവെള്ളത്തിൽ അരി കഴുകി ചോറിനുള്ളത് ഇട്ടിട്ടുണ്ട് കുക്കറിൽ. ഇനി പപ്പടവും കൂടി വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. വൻപയർ കറിയും പപ്പടം വറുത്തതുമാണ്. പപ്പടം ഒന്ന് വറുത്തിട്ട് ഈ കുപ്പിയിലാക്കി അടച്ചുറപ്പാക്കി വെക്കും. കറുമുറ എന്ന് പറഞ്ഞിരുന്നോളും, തണുത്തൊന്നും പോവില്ല. ഞാൻ അങ്ങനത്തെ ആക്കി വെക്കണത്. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പപ്പടം വറുത്ത് പോരാം. ഇവിടെ പപ്പടക്കോലൊന്നും ഇല്ല കേട്ടോ, ഞാൻ കത്തിയിലാണ്, അതായത് കത്തി കൊണ്ടാണ് ഇങ്ങനെ കുത്തിയൊക്കെ എടുക്കണത്. പപ്പടക്കോലൊന്നുമില്ല. അപ്പോൾ എക്സ്പേർട്ടാണല്ലോ ഞാൻ, ഭയങ്കര ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പപ്പടമൊക്കെ സൂപ്പറായിട്ട് വറുക്കും. ഇത് എൻ്റെ കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ പപ്പടത്തിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ ചുരുണ്ടൊക്കെ പോണത്, എൻ്റെ കുഴപ്പമില്ല. അപ്പോൾ പപ്പടമൊക്കെ വറുക്കുകയാണ് ഞാൻ. ആദ്യമേ പപ്പടം വറുത്ത് ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി വെക്കും. എന്നിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒടിച്ചൊടിച്ച് ആ കുപ്പിയിലോട്ടാക്കും. അതിനും വലിയ കുപ്പി ഇല്ലാത്തതുകൊണ്ടാണ് ആ കുഞ്ഞു കുപ്പിയിലോട്ട് ഇടുന്നത്. അതാകുമ്പോൾ കറുമുറാന്ന് പറഞ്ഞിരുന്നോളും. ഇച്ചിരി റൗണ്ടായിട്ട് വലുതായിട്ട് കിട്ടിയില്ലെങ്കിലും ഒടിച്ച് എങ്ങനെയാണെങ്കിലും ഷേപ്പിലല്ലോ കാര്യം. അപ്പോൾ ഇച്ചിരി ഒടിച്ചിടുന്ന ചിലപ്പോൾ പൊടിച്ചൊക്കെയല്ലേ നമ്മൾ കഴിക്കണത്. പൊടിച്ചൊടിച്ച് ആ കുപ്പിയിലിടുമ്പോൾ കറക്റ്റാണ്. അങ്ങനെ ഞാൻ പപ്പടം വറുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ പൊന്നൂസ് പപ്പടവും ചോദിച്ചു വന്നതാണ് കേട്ടോ. അവളിങ്ങനെ പപ്പടം വറുക്കുമ്പോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടുമ്പോൾ ആയിക്കോട്ടെ, തേങ്ങ മേടിക്കാനൊക്കെ ആയിട്ട് വരുന്ന ആളാണ് മെയിനായിട്ട് നമ്മുടെ പൊന്നൂസ്. കുട്ടി അങ്ങനെയൊന്നും വരാറില്ല. തേങ്ങ അങ്ങനെ ചിരണ്ടുമ്പോൾ ഒന്ന് വന്ന് തേങ്ങ ചോദിക്കുക, ഇങ്ങനെ പപ്പടം വറുക്കുമ്പോൾ പപ്പടം ചോദിക്കുക, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് പക്ഷേ കറക്റ്റ് സമയത്ത് എത്തിക്കോളും, പാറിപ്പറന്ന് പൊന്നൂസ് എത്തിക്കോളും. അതിന് ശേഷം പപ്പടം വറുത്ത് കഴിഞ്ഞു. ഇത് കുട്ടിക്കും പൊന്നൂസിനെയും കൂടി കുളിപ്പിക്കാനായിട്ട് ചൂടുവെള്ളം വെച്ചേക്കണേ കേട്ടാ. ഭയങ്കര മഴയും തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ചെറു ചൂടുവെള്ളത്തിൽ നോട്ട് ദ പോയിന്റ്, ചെറു ചൂടുവെള്ളത്തിലാണ് രണ്ടുപേരെയും കുളിപ്പിക്കാറ്. ഞാനും ചൂടുവെള്ളത്തിലാണ് കുളിക്കണത്. അപ്പോൾ ആദർശനും ചൂടുവെള്ളത്തിലാണെങ്കിൽ പറ്റൂല, കുളിക്കൂല ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ. അങ്ങനെ പിള്ളേർക്ക് ചൂടുവെള്ളമൊക്കെ വെച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി, പിന്നെ പിള്ളേരെ കുളിപ്പിച്ചു, പഠിക്കാനുള്ളതൊക്കെ കൊടുത്തു. അവരിരുന്ന് അവിടെ പഠിക്കുന്നുണ്ട്. പൊന്നൂസിന് എന്തെങ്കിലും അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് എനിക്ക്. ഒരാളുണ്ടല്ലോ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടെന്നൊക്കെ ഉള്ളൊരു സന്തോഷം. അതിനുശേഷം ഞാനും കുളിച്ച് വന്നായിരുന്നു. ഇനി നമുക്ക് രാത്രിയിലെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാട്ടാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ കോരി വെച്ചായിരുന്നു കേട്ടോ, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാത്രിയിലെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഞാൻ കാട്ടിത്തരാം. ആദ്യം തന്നെ മെയിനായിട്ട് നമുക്ക് കുടിക്കാനുള്ള ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൻപയർ കറി അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കാക്കി ഞാൻ വെച്ചിരിക്കുന്ന ഒരു അച്ചാറാണ് വറനാരങ്ങ അച്ചാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു കഞ്ഞി അച്ചാറുണ്ടെങ്കിൽ തന്നെ ഇവക്കുട്ടി ഒരു പറ കഞ്ഞി കുടിക്കും, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഉണക്കച്ചെമ്മീൻ വറുത്തതാണ് കേട്ടോ, ബാലൻസ് ഉള്ളതാണ് ഇച്ചിരി. അപ്പോൾ അതും ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ടോ ഞാൻ അതായത് നമ്മൾ പപ്പടം വറുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടാക്കി വെച്ചില്ലേ, അതിനുശേഷം പപ്പടമൊക്കെ ഒന്ന് തണുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒടിച്ചൊടിച്ച് കുപ്പിയിലാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ 2-3 ദിവസമാണെങ്കിലും അത് തണുക്കാണ്ട് നല്ല കറുമുറായിട്ടിരുന്നോളും. പിന്നെ ഇതാ നമ്മുടെ കുത്തരിച്ചോറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിയിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പണിയൊക്കെ ഏകദേശം അല്ല, മുഴുവൻ പണിയും കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് വന്നു. കുട്ടി പഠിക്കാനൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പഠിക്കണ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, പഠിച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിക്കുകയാണ്. പിന്നെ ഇങ്ങനെ രാത്രിയും ചോദിക്കും, അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വായിപ്പിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടാണ് സ്കൂളിലോട്ട് വിടുള്ളൂ. പിന്നെ പൊന്നൂസ് പഠിച്ച കാര്യങ്ങൾ പൊന്നൂസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വാ നമുക്കും പഠിക്കാം. ഇതേ പൊന്നൂസ് പറയണ കേട്ടോളൂ, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. പൊന്നൂസ് പഠിച്ചതൊക്കെ ഒന്ന് വായിച്ചേ. 1 2 3 4 5 6 7 8 9 10. എവിടെ 10? വെരി ഗുഡ്. പഠിച്ചാ പിന്നെ? പഠിച്ചാ? സൂപ്പറായിട്ട് പഠിച്ചാ? വെരി ഗുഡ്. അങ്ങനെ എല്ലാവരുടെയും പഠിത്തമൊക്കെ കഴിഞ്ഞ് പിള്ളേരെ ഞങ്ങൾ ചുമ്മാ കളിക്കാനൊക്കെ ആയിട്ട് വിട്ടു, കുറച്ച് നേരം TV കാണാനൊക്കെ ആയിട്ട് വിട്ടു. അതിനുശേഷം രാത്രി ആകാറായപ്പോഴത്തേക്കും ആ ഷോട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കപ്പയും പൊട്ടിയും കൊണ്ടുവന്നായിരുന്നു. ചൂട് കപ്പയും പൊട്ടിയായിരുന്നു, സൂപ്പറായിരുന്നു. ഒരെണ്ണേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ, പക്ഷെ ഞങ്ങൾ 4 പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും, അങ്ങനെയാണ് സ്ഥിരം. അപ്പോൾ ഞങ്ങൾക്കത് മതി, അല്ലെങ്കിൽ ബാക്കിയാവും. അപ്പോൾ ഇതാ ആഴ്ച നല്ല അടിപൊളി കപ്പയും പൊട്ടിയും ചൂടോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വിശക്കള എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. കാരണം നമ്മൾ വൈകുന്നേരം അടയാണല്ലോ കഴിച്ചത്, അപ്പോൾ സൂപ്പർ അടയായിരുന്നല്ലോ, ഹെൽത്തി അടയായിരുന്നല്ലോ, അതുകൊണ്ടാണ് വിശക്കാഞ്ഞത്.
പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് മേടിക്കുന്നതാണ് ഈ കപ്പയും പൊട്ടിയൊക്കെ മേടിക്കുന്നതാണ്. പിന്നെ നല്ല മഴയൊക്കെ അല്ലായിരുന്നോ, അപ്പോൾ മഴയും തണുപ്പൊക്കെ ഉള്ള നല്ല സമയമല്ല, അപ്പോൾ നല്ല എരിവോടുകൂടിയൊക്കെ എന്തെങ്കിലും ഇതേപോലെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ കിട്ടിയത് നമുക്ക് സന്തോഷമല്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ 4 പേരും കൂടി കൈയിട്ട് വാരി കഴിക്കുകയാണ്. അതിനുശേഷം ലേശം ചോറ് എടുത്തായിരുന്നു. കുറച്ച് ചോറും കൂടി എടുത്ത് ഞങ്ങൾ കഴിക്കുകയാണ് രാത്രി. അപ്പോൾ വൻപയർ കറിയും ഉണക്കച്ചെമ്മീൻ വറുത്തതും പിന്നെ പപ്പടവും പിന്നെ അച്ചാർ എടുത്തില്ല കേട്ടോ, കാരണം ഇത്രയും കറികളുണ്ടല്ലോ വെറുതെ തീർക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ അത്രയുള്ള രാത്രിയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സേഫായിട്ടൊക്കെ ഇരിക്കുക. ഇത് ഇത്തിരി ലെങ്തി വീഡിയോ ആയിപ്പോയി എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ.